بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب علامة الإيمان حب الأنصار ബാബുൻ ഇത് ഒരു ബാബാകുന്നു. അലാമത്തുൽ ഈമാനി ഈമാൻ്റെ അടയാളം ഹുബ്ബുൽ അൻസാർ അൻസാറുകളെ സ്നേഹിക്കലാകുന്നു. അൻസാർ എന്നത് മദീനത്തുള്ള രണ്ട് കബീലക്കാർ ഔസ് ഖസ്റജ് എന്നീ രണ്ട് കബീലക്കാർക്കുള്ള അലമാണത്. അതുകൊണ്ട് തന്നെ അൻസാർ എന്നതിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ അൻസാരിയ് എന്നേ പറയുള്ളൂ. അവിടെ നിയമമുള്ളത് ജമ്മിലേക്ക് നിസ്ബ ചെയ്യുമ്പം നാസിറിൻ്റെ ജമ്മാണ് അൻസാർ. ജമ്മിലേക്ക് നിസ്ബ ചെയ്യുമ്പം അതിൻ്റെ വാഹിദ് എടുത്തിട്ട് ഐക്ക് നിസ്ബ ചെയ്യണമെന്ന നിയമം. അൽഫിയലി പെരുമാലിക്ക് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽവാഹിദുർ നാസിബൻ ലിൽ ജമ്മി ഇല്ലം യുശാബി വാഹിദം ബിൽ വാളിഇ. അപ്പോൾ ഫറായിദ് എന്നതിലേക്ക് നിസ്ബ ചെയ്ത് കണ്ട് ഫറലി എന്നേ പറയുള്ളൂ. കുത്തുബ് അതിലേക്ക് നിസ്ബ ചെയ്യുമ്പം കിതാബി എന്നേ പറയുള്ളൂ. എന്നതുപോലെ ഇവിടെ പറയാതിരിക്കാനുള്ള കാരണം ഇല്ലം യുശാബി വാഹിദം ബിൽ വദ്ഇ എന്ന് പറഞ്ഞ ഈ അൻസാർ എന്ന പദം അത് വാഹിദ് പോലെയാണ്, അലമ് പോലെയാണ്. അലമാണത് അൻസാറുകൾക്കുള്ള. അതുകൊണ്ടാണ് അൻസാരി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയേണ്ടത് നാസിരി എന്നാണ്. അൻസാറുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അസ്ഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും സ്നേഹിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത വലിയ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ വലിയ സ്ഥാനമാനങ്ങളുള്ളവരാണ്. അവരെക്കാളും സ്ഥാനമാനങ്ങൾ വേറുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം, അതല്ല ചർച്ച ചെയ്യുന്നത്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവർക്ക് അൻസാർ ഔസ് ഖസ്റജിനിക്ക് ആ പേരിടുന്നതിൻ്റെ മുമ്പ് അവരെ അറിയപ്പെടല് ഇബ്നൈ കൈലാന. കൈല എന്നത് അവരെ അവരുടെ ഉമ്മാൻ്റെ പേരാണ്. ആ ഉമ്മയിലേക്ക് ചേർത്തി കൊണ്ടിട്ട് ഇബ്നൈ കൈല എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവർക്ക് അൻസാറുകൾ എന്ന പേര് നൽകിയത്. നബി തങ്ങളല്ല, പരിശുദ്ധ ഖുർആനിൽ തന്നെ അത് വന്നിട്ടുണ്ട് എന്നും പറയുന്നവരുണ്ട്. വല്ലദീന ആവൗ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവിടെ പറയുന്ന വനസറു നബി തങ്ങൾക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവർ എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിൽ നിന്നാണ് അവർക്ക് അൻസാറുകൾ എന്ന പേര് ലഭിച്ചത് എന്നും പറയുന്നവരുണ്ട്. എന്തായാലും അൻസാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്ഹാബുമാരിൽ വച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നവരാണ്. മുഹാജിറുകളുണ്ട്, അവരും മോശക്കാരല്ല. അവരും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നാട്, വീട്, സമ്പത്ത് എല്ലാം ഒഴിവാക്കി ദീനിന് വേണ്ടി മാത്രം അവർ നാട് വിട്ടവരാണ്. അവർ വിധങ്ങളെ കൂടെ ദീനുദ്ദേശിച്ച് മാത്രം പുറപ്പെട്ടവർ. അവരെല്ലാ സുഖങ്ങളും ഒഴിവാക്കി. അവരുടെ കാര്യം ചിന്തിച്ചാൽ വല്ലാത്ത അത്ഭുതമാണ് മുഹാജിറുകളെ സംബന്ധിച്ച്. ഒരു 5 മിനിറ്റ് നേരം അവർ ചിന്തിച്ചു നോക്കിയാൽ വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ഹദീസും തന്നെയാണല്ലോ. അതുപോലെ അൻസാറുകൾ അവരിലേക്ക് വരുന്ന എല്ലാവർക്കും സഹായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിൽ വരലോട് കൂടെ മദീനയുടെ 4/1 നബി തങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവിടെ പ്രധാനപ്പെട്ട താമസ സ്ഥലവും കൃഷിസ്ഥലവും എല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ കൊടുത്തു, എഴുതി കൊടുത്തു. നബി തങ്ങൾക്ക് വിട്ടുകൊടുത്തു. റുബുൽ മദീന 4/1. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അവിടുത്തെ ഭരണാധികാരിയായിട്ടും സർവവുമായി അവർ അംഗീകരിച്ചു. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് ഇടുന്നത് അലാമത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാന്റെ അടയാളം അത് അൻസാറുകളെ സ്നേഹിക്കലാണ്. അത് ഒരു സാധനത്തിലേക്ക് ഒരടയാളം മാത്രമല്ല, പ്രധാനപ്പെട്ട അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളമാണത്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا أبو الوليد قال حدثنا شعبة قال أخبرني عبد الله بن جبر قال سمعت أنسا عن النبي صلى الله عليه وسلم أنه قال آية الإيمان حب الأنصار وآية النفاق بغض الأنصار. അവിടെ യഥാർത്ഥ റിവായത്ത് ഇങ്ങനെയാണുള്ളത്: ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. എന്നാൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിക്ക് ഇറാബ് ബയാൻ ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബുൽ ബക്കാർ റളിയല്ലാഹു അൻഹു അവർക്ക് ബുഖാരിയുടെ ഹദീസിനും ഇറാബ് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ അവർ പറഞ്ഞത് ആയത്തു എന്നല്ല ഇന്നഹു എന്നാണ്. ഏതിനൊരേ മാടി ഇവിടെ അടി പുള്ളിനോടത്ത് വരാൻ മുകളിൽ പുള്ളിയിടണം. അലിഫിൻ്റെ അടിയിലാണ് അംസൽ കസറുള്ളത്. പിന്നെ തൂ എന്നുള്ളടത്ത് ഹൂ എന്നാണ്. എതിരൊരേ മാതിരി അർക്കത്താണ്. പുള്ളി അർക്കത്ത് വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ. ഇന്നഹു അൽ ഈമാനു ഹുബ്ബുൽ അൻസാർ വ ഇന്നഹു അന്നിഫാഖു ബുഗ്ളുൽ അൻസാർ എന്നാണ് ഉള്ളത് എന്ന് അബുൽ ബക്കാവ് പറയുന്നുണ്ട്. ശാരിങ്ങളത് വിശദീകരിക്കുന്നുണ്ട്. അപ്പം എന്താർത്ഥം വരും? ഇന്നഹു കാര്യമാകുന്ന കാര്യമെന്ത്? അൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ. ഈമാൻ എന്നാൽ അൻസാറുകളെ സ്നേഹിക്കലാണ്, അല്ലെങ്കിൽ ഈമാനാണ് അൻസാറുകളെ സ്നേഹിക്കൽ. വ ഇന്നഹു തീർച്ചയായും കാര്യമാകുന്ന കാര്യമെന്ത്? അന്നിഫാഖു ബുഗ്ളുൽ അൻസാർ. ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ റിവായത്തല്ല, ഭൂരിഭാഗം ഇമാമിങ്ങളുടെ റിവായത്തുകൾ ആയത്തുൽ ഈമാനി എന്നാണ് അർത്ഥം. ഏകദേശം ഒക്കും. ആയത്തുൽ ഈമാനി ഈമാനിൻ്റെ അടയാളം. ഇമാം ബുഖാരി അതാ ചെയ്തത്. ഞാൻ അവിടെ മറ്റൊരു നിലക്കട വായിക്കണ്ട. അലാമത്ത് എന്നതാണ് ഇവിടുത്തെ അർത്ഥം വരേണ്ടത്. കണ്ടോ, അവിടെ പല റിവായത്തുകൾ ഉണ്ടായതുകൊണ്ട് സ്വഹിയായ റിവായത്ത് ഇനി മറ്റൊരു നിലക്ക് ആയത്തു എന്നുള്ളത് ഇന്നഹൂന്ന് വായിക്കണ്ട എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇമാം ബുഖാരി ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ എന്ന് ബാബിടാതെ അലാമത്തുൽ ഈമാൻ എന്നാക്കി. അലാമത്ത് എന്നർത്ഥമുള്ളത് ആയത്ത് എന്ന വാക്കിനിക്കാണ്. അപ്പോൾ ഈ ഹദീസിലുള്ള ആയത്തിനിക്ക് അലാമത്താണെന്ന അർത്ഥമെന്നും അവിടെ ആയത്തു എന്ന് തന്നെയാണ് വായിക്കേണ്ടത്, ഇന്നഹു എന്നെല്ലാമെന്നും ഇമാം ബുഖാരി തൻ്റെ ബാബ് കൊണ്ട് വിശദീകരിച്ചു റഹ്മത്തുള്ളാഹി അലൈഹി. ഈമാനിൻ്റെ അടയാളം ഹുബ്ബുൽ അൻസാർ, അൻസാറുകളെ സ്നേഹിക്കലാകുന്നു. ആയത്തുൻ നിഫാഖി, നിഫാഖിൻ്റെ അടയാളമാകുന്നത് ബുഗ്ളുൽ അൻസാർ, അൻസാറുകളെ ദേഷ്യം പിടിക്കലുമാകുന്നു. അൻസാറുകളോട് വെറുപ്പൊരാക്കുണ്ടായി കഴിഞ്ഞാൽ അവൻ മുനാഫിഖാണ്. അൻസാറുകളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ മൂമിനാണ്, ഈമാനുള്ളവനുമാണ്. ഈമാനിൻ്റെ മുക്കാബല ഇവിടെ ചില ആളുകൾ സംശയിച്ചിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആയത്തുൽ ഈമാൻ എന്ന് പറയുമ്പം അതിൻ്റെ മുക്കാബല ആയത്തുൽ കുഫ്ർ എന്നല്ല പറയേണ്ടത്, നിഫാഖ് എന്ന് പറയാതെ കുഫ്ർ എന്ന് പറയണ്ടേ? അതിൻ്റെ മഹാന്മാർ കൊടുത്ത മറുപടി ഇവിടെ ചർച്ച ചെയ്യുന്നത് മുസ്ലിം വേഷം കെട്ടിയ ആളുകളാണ്. ഞാനും മുസ്ലിമാണെന്ന് പറയുന്ന ആളുകൾ, അത് രണ്ടേക്കേ ഉള്ളൂ, മൂമിനും അതുപോലെ മുനാഫിക്കും. മുനാഫിക്കിൻ്റെ ലാഹിറിൽ അവൻ്റെ ലക്ഷണം, അവൻ്റെ കോലം ഏതായിരിക്കും? മൂമിൻ്റെ ലക്ഷണം കോലത്തിലായിരിക്കും. അല്ല, മുസ്ലിമീങ്ങളെ കോലത്തിൽ നടക്കുന്ന ആളുകളിൽ മൂമിനുമുണ്ട്, നിഫാഖും മുനാഫിക്കുമുണ്ട്. കാഫിറിനെ പറ്റി ചർച്ചയില്ല, കാഫിറിന് പല അടയാളങ്ങളുണ്ട്, അത് പോട്ടെ. മൂമിനായി നടക്കുന്ന, മുസ്ലിമായി നടക്കുന്ന ആളുകൾ
ഞാനും മൂമിനാണെന്ന് പറയുന്ന ആളുകൾ അവരിൽ ഒറിജിനൽ മൂമിനാണോ? അവർ അള്ളാഹുവിൻ്റെ സ്വഹാബത്തിൻ്റെ അൻസാറുകളായ ഔസ് ഖസ്റജ് കബീലയിൽപ്പെട്ട മൂമിനീങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും. അവരോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. നേരെ മറിച്ച് മുനാഫിക്കാകുമ്പം അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അൻസാറുകളോട് പ്രത്യേക വെറുപ്പായിരിക്കും. കാരണം അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് ക്ഷണിച്ചു വരുത്തി. മദീനയിൽ വെച്ച് ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് എല്ലാവിധ കാവലും നിന്നു, എല്ലാ പ്രതിരോധവും തീർത്തു. ഇസ്ലാമിനെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചത് അവരാണ്. നബി തങ്ങളെ മക്കയിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി മദീനയിൽ വെച്ച് നോക്കി, എല്ലാ സംരക്ഷണങ്ങളും നൽകി. അപ്പോൾ ഈ ദീനിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചവരാണ് അൻസാറുകൾ. മുനാഫിക്കാകുമ്പോൾ അവർക്ക് അവരോട് ദേഷ്യം വരും. അപ്പം അൻസാറുകളെ സംബന്ധിച്ച് തൃപ്തിയില്ലാത്ത ദേഷ്യമുള്ള എന്തെങ്കിലും വിലയിരുത്തുകൾ ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടോ? അവൻ മുനാഫിക്കാണ്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വായത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. നിഫാഖ് ഉള്ളിലൊന്നും പുറത്തൊന്നും വെക്കുന്നവന് മുനാഫിഖ് എന്നാ പറയാ. അത് നഫഖ് എന്നതിൽ നിന്ന് പോന്നതാണ്. നഫഖ് എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കുന്ന തുരങ്കം അല്ലെങ്കിൽ പൊത്ത് എന്നെല്ലാമാണ് അർത്ഥമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മുനാഫിഖ് എന്ന് പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അസ്വാബിമാരെ പെട്ട ഔസ് ഖസ്റജിൽപ്പെട്ട അൻസാറുകൾ അവരെ അവരോട് ദേഷ്യം വെക്കുന്നവൻ അവൻ മുനാഫിഖാൻ എന്ന് പറയാനുള്ള കാരണം, അവരെ പറ്റി മുനാഫിഖ് എന്ന് പൊതുവെ ഏത് മുനാഫിഖിന് പറയാനുള്ള കാരണം അവൻ്റെ കുഫറിനെയും അവൻ്റെ ഉള്ളിലുള്ള ആ മ്ലേച്ഛമായ വൃത്തികേടിനെയും അവൻ ഉള്ളിലൊതുക്കി പുറത്ത് മറ്റൊന്ന് കാട്ടും. അവൻ മാളത്തിൽ ഒളിച്ചോന്ന മാതിരിയാണ്. അവൻ്റെ ഉള്ളു മാളത്തിലാണുള്ളത്, പുറത്ത് മറ്റൊന്നുമാണുള്ളത്. മാള ഉള്ളിലുള്ളത് ഒരാൾക്കറിയില്ല. അതുകൊണ്ടാണ് അവനെ സംബന്ധിച്ച് മുനാഫിഖ് മാളത്തിൽ ഒളിപ്പിച്ച് വെച്ചവൻ എന്നുള്ള അർത്ഥത്തിനിക്ക്. വേറൊരർത്ഥം പറയുന്നുണ്ട്, അവൻ പെരിച്ചാതി പോലെ മാളത്തിൽ പോയവനാണ്. അന്നഹു നാഫഖൽ യർബൂഇ, പെരിച്ചാതിൻ്റെ പോലെ അവൻ മാളത്തിൽ പോയവനാണ്. കാരണം അവൻ്റെ വക്കൽ നിന്ന് ഈമാൻ അത് അവനിൽ നിന്ന് പുറത്തേക്ക് പോകാണ്. ഈമാനിൽ ഏത് വകുപ്പ് കൂടെ കടന്നോ ആ വഴി കൂടെ അല്ലാതെ ഒരു വഴിയിൽ കൂടെ അവൻ ഈമാനിലേക്ക് കടക്കും. ളാഹിർ പ്രകാരം അവൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് ഒഴിവാക്കിയാണ്ട് കാഫിറല്ല, മറ്റൊരു വഴി കൂടെ അവനാണ് പോകാൻ. ഇപ്പം പെരിച്ചാതിൻ്റെ സ്വഭാവത ഒരു മാളത്തിൽ കൂടെ ആണ്ട് കയറിയാൽ മറ്റൊരു മാളത്തിൽ കൂടെ ആയിരിക്കും പുറത്തേക്ക് പോകാം. കയറിയ മാളത്തിൽ പുറത്തേക്ക് വരൽ കുറവാണ്. എന്ന മാതിരി ഇവൻ മോമിനാണ് എന്ന് അവകാശപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരിക്കലോട് കൂടെ തന്നെ ഈ മാലിൽ നിന്ന് പുറത്തു പോകുന്ന മറ്റു പണിയെടുക്കണവന്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, അവനിക്ക് മാളത്തിൽ ഒളിച്ചവൻ പെരിച്ചാതിയെ പോലെയാണ്. അതുകൊണ്ടാണ് അവനെ പറ്റി മാളത്തിൽ പോയവൻ എന്ന് പറഞ്ഞത്. കാരണം എന്താ, അവൻ്റെ ഉള്ളൊന്നും പുറവൊന്നുമാണ്. സന പറഞ്ഞ വാക്കാണ് നാഫഖൽ യർബൂ എന്ന് പറയും. അതിനർത്ഥം എന്താ, യർബൂ പെരിച്ചാതി അതിൻ്റെ മാളത്തിൽ ഒളിച്ചു, അതിൻ്റെ തുരങ്കത്തിൽ ഒളിച്ചു, തുരങ്കത്തിൽ പോയി എന്ന് പറയും. എന്നതുപോലെ അവൻ്റെ ളാഹിർ പ്രകാരം ഫകദാലിക്കൽ മുനാഫിഖു ളാഹിറുഹു ഈമാനു വബാത്തിനുഹു കുഫ്റുൻ. എന്തായാലും മാളത്തിൽ പോയവൻ, തുരങ്കത്തിൽ പോയവൻ എന്നർത്ഥത്തിലേക്കാണ്. കാരണം ളാഹിർ ഒന്ന് വേറെയും ഉള്ളൊന്ന് പുറത്ത് ഉള്ളൊന്ന് വേറെയും പുറമൊന്ന് വേറെയും ആയതുകൊണ്ടിട്ടാണ് അവനെ സംബന്ധിച്ച് മുനാഫിഖ് മാളത്തിൽ പോയവൻ, അല്ലെങ്കിൽ അവൻ തുരങ്കത്തിൽ കൂടെ സഞ്ചരിക്കുന്നവൻ. നേരിട്ട് മുന്നിൽ കോമ്പരൂല, അവൻ്റെ കുത്തിത്തിരിപ്പെല്ലാം ഉള്ളിൽ കൂടെ ആയിരിക്കും. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ബാരി അതുപോലെയുള്ള മറ്റുള്ള ഷുറാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അൻസാറുകളെ ദേഷ്യം വെക്കുന്നവൻ,
അവരെ സ്നേഹിക്കാത്തവൻ അവൻ അത് മുനാഫിക്, സ്നേഹമില്ലാതിരിക്കൽ, അവരോട് ദേഷ്യം പിടിക്കൽ നിഫാഖിൻ്റെ അടയാളമാണെങ്കിൽ ഹൽ യകൂനു മൻ അബ്ഗളഹും മുനാഫിഖാ വഇൻ സദ്ദക വഅഖറ. ഈ അടയാളമുണ്ടാകുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി പൂർണ്ണ വിശ്വാസമുണ്ട്, അത് തുറന്ന് പറയുന്നുമുണ്ട്, ഷഹാദത്ത് കലിമ ഉച്ചരിക്കുകയും മനസ്സിലുറപ്പിക്കുകയും നാവുകൊണ്ട് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടെ അവൻ്റെ ഉള്ളിൽ അൻസാറുകളോട് എന്തോ ഒരു ദേഷ്യം അവനിക്കുണ്ട്, എന്നാൽ അവൻ മുനാഫിക്കാണ് എന്ന് വരൂലേ. ഹദീസിൻ്റെ ഇബാറത്ത് അങ്ങനെ തന്നെയാണല്ലോ, അതിന് അടയാളമാണ് എന്നാണല്ലോ പറഞ്ഞത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അന്ന ളാഹിറൽ ലഫ്ളി യഖ്തളിഹി ലാകിന്നഹു ഗൈറു മുറാദിൻ. ളാഹിറുൽ ലഫ്ള് അങ്ങനെയാണെങ്കിലും അത് മുറാദല്ല. ഇസ്തിമാലിഹി അല തഖീലിൽ ബുഗ്ളി ബിൽ ജിഹത്തി. കാരണം ഇവിടെ ദേഷ്യം വെക്കലിന് ഒരു ജിഹത്ത് കൊണ്ട് കൈ കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ പ്രത്യേകമായി പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ അടിപൊളിയേണ്ട വാക്കാണ്. അൻസാർ എന്നുള്ള സിഫത്താണത്. അള്ളാഹു റസൂലിനെ സഹായിച്ചവർ, അവരെ ദേഷ്യം പിടിക്കുക. അപ്പൊ ആ വസ്ഫിന്റെ ദേഷ്യം വെക്കുന്നത് അതിന് വേണ്ടിയാവണം. ഏതോ ഒരു സഹാബിയുടെ ചരിത്രവും കേട്ടു, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എതിര് നിന്നു, അങ്ങനെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് അനുകൂലമായിട്ട് ഒരു പ്രതികൂലമായി നിന്നു. പ്രത്യേകിച്ചും സഹാബത്തിൻ്റെ അടുക്കുണ്ടായിരുന്ന സംഭവങ്ങൾ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ചരിത്രങ്ങൾ ഓർക്കുമ്പോൾ ചിലപ്പോൾ ചില അൻസാറുകളെ കൂടെ അവരുണ്ടാവും, ചില അൻസാറുകൾക്ക് എതിരായിട്ടുണ്ടാവും. ഇന്നാൾ പറഞ്ഞതാണ് ശരി, ഇന്നാൾ പറഞ്ഞത് ശരിയല്ല, അതൊക്കെ പറഞ്ഞെന്ന് വരും. അത് ദേശത്തിലേക്ക് പോകാൻ പാടില്ല ഏതായാലും. പക്ഷേ ആ ദേശമുള്ളത് നബി തങ്ങളെ സഹായിച്ചവർ എന്ന അഡ്രസ്സിലല്ലെങ്കിൽ അതുകൊണ്ട് ആ മുനാഫിക്കാന്ന് പറഞ്ഞൂടാ. നബി തങ്ങളെ സഹായിച്ചു എന്ന നിലക്ക് അവരോട് ദേഷ്യം പിടിച്ചാൽ അപ്പോഴേ അവർ മുനാഫിക്കാവുള്ളൂ. വയകൗനഹും നസറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റ ദാലിക ബിതസ്ദീഖിഹി ഫയസിഹു അന്നഹു മുനാഫിഖുൻ. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഹദീസിലുണ്ട്, മൻ അഹബ്ബൽ അൻസാറ ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബ്ഗളൽ അൻസാറ ഫബിബുഗ്ളി അബ്ഗളഹും. കണ്ടോ, അൻസാറിനെ സ്നേഹിക്കുന്നവൻ അവരെ സ്നേഹിക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അൻസാറിന് ആര് വെറുക്കുന്നോ അവരോട് വെറുപ്പ് കാട്ടുന്നത് എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ്. എന്നെ സഹായിച്ചു എന്ന നിലക്കാണ് എന്നോട് വെറുപ്പ് കാട്ടുന്നത്, എന്നെ സ്നേഹിച്ചവർ എന്ന നിലക്കാണ് അവരെ സ്നേഹിക്കുന്നത്. അപ്പം ആ ഒരു അഡ്രസ്സിൽ കൂടെ അൻസാറുകളെ സ്നേഹിക്കാത്തവനാണ് മുനാഫിഖ്. മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ അൻസാറുകൾക്ക് ഇത്രമാത്രം ഒരു മഹത്വം. എന്താ, ഒരാൾ മൂമിനാണോ അൻസാറുകളെ സ്നേഹിച്ചോളണം, അതാണ് അതിൻ്റെ അടയാളം. ഒരാൾ കാഫിർ മുനാഫിഖാണോ അതിൻ്റെ അവരുടെ അടയാളം എന്താ, അൻസാറുകളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളതാണ്. അൻസാറുകൾക്കുള്ള പ്രത്യേകത എന്താ, അൻസാറുകൾ ആ നാട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച് മദീനത്ത് വരുന്നവർക്കും നാടാണ്ട് വിട്ടുകൊടുത്തു. സ്വത്തിനുള്ള അവകാശം വരെ കൊടുക്കാനടുത്തവരായി. അവരെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മതിപ്പ്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞു, ധാരാളം സമ്പത്ത് ലഭിച്ചു. അതുവരെ കിട്ടിയതിലും എത്രയോ കൂടുതൽ സമ്പത്തുകൾ അവിടെ ലഭിച്ച യുദ്ധമാണല്ലോ ഹുനൈൻ. ആ യുദ്ധം കഴിഞ്ഞ് ഹവാസിൻ, ഹുനൈൻ്റെ ഉടനെ തന്നെ ഉണ്ടായ മറ്റൊരു യുദ്ധമാണ് ഹവാസിൻ. രണ്ടും ഒറ്റ പോക്കിലുണ്ടായ യുദ്ധ. ആ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിറാനയിലെത്തിയപ്പോഴാണല്ലോ അവിടുന്ന് ലഭിച്ചതായ മുതലുകളെ ഓഹരി ചെയ്യുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട പ്രത്യേക ഒരു വിഷയമുണ്ട്. എന്താ, യുദ്ധത്തിൽ ലഭിക്കുന്ന മുതലുകൾ രണ്ടൈറ്റമുണ്ട്. ഒന്ന് ഗനീമത്ത് മുതൽ, അത് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അവകാശമുള്ളതാണ്, അതവർക്ക് റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കും.
രണ്ടാമത്തൊന്ന് ഫൈ ആയി കിട്ടുന്ന മുതല്, ഫൈ മുതൽ. ആ ഫൈ മുതൽ യുദ്ധം ചെയ്തിട്ടോ ഒട്ടകങ്ങളെയും കുതിരൻ്റെയും അതിൻ്റെ പിന്നിൽ പായിപ്പിച്ചോ കിട്ടിയതല്ല. അത് അവർക്ക് അങ്ങനെയല്ലാതെ അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന മുതലുകളാണ്. ഗാഫിലികളൊക്കെ പിടിച്ചെടുക്കുന്ന മുതലുകളാണ്. നാട് കീഴടങ്ങുമ്പോൾ നാട്ടിലുണ്ടാകുന്ന മുതലുകൾ. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റൊരാൾക്കും അതിനൊരു അവകാശവുമില്ല. ഈ മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജഹ്റാനയിൽ വെച്ച് ഓഹരി ചെയ്യുന്നത്. നബി തങ്ങളതാണത്. നബി തങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. അവിടെ 100 ഒട്ടകം നബി തങ്ങൾ കൊടുത്തവരുണ്ട്, 200 ഒട്ടകം കൊടുത്തവരുണ്ട്. കൊടുത്തത് മുഴുവനും മക്കക്കാരായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, യസീദ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ മറ്റൊരു മകൻ, അതുപോലെ തന്നെ അവിടെയുള്ള വലിയ വലിയ മഹാന്മാരായ അടുത്ത കാലത്ത് മക്കം ഫതഹിൻ്റെ അന്ന് മുസ്ലിമായവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് മക്കം ഫതഹ് കഴിഞ്ഞ ഉടനെയുള്ള യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. അങ്ങനെയുള്ള മക്കം ഫതഹ് കഴിഞ്ഞ് മക്കം ഫതഹിൽ വെച്ച് മുസ്ലിമായതായ മക്കക്കാരായ സ്വഹാബികൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ മുഴുവനും കൊടുത്തത്. ഫൈ മുതലിൽ നിന്ന് ഒന്നുപോലും അൻസാറുകൾ കൊടുത്തില്ല. ഒരു അൻസാരിക്ക് കൊടുത്തു എന്നും അഭിപ്രായം പറയുന്നുണ്ട്. ഒരു അൻസാരി കൊടുത്തിട്ടുണ്ട്, വേറെ ആർക്കും കൊടുത്തില്ല. ഈ സമയത്ത് അൻസാറുകളുടെ ഇടയിൽ വെച്ചിട്ട് വല്ലാത്ത പ്രശ്നങ്ങൾ വന്നു. ആ ഓഹരി ചെയ്യുമ്പോഴാണല്ലോ ദുൽഖുവൈസിറത്ത് പറഞ്ഞത്, എഴുതില്ല മുഹമ്മദ്. നബി തങ്ങൾ ഓഹരി ചെയ്യുമ്പോഴാണ് പറഞ്ഞത്, എഴുതില്ല മുഹമ്മദ്, മുഹമ്മദ് നീതി കാട്ട്. ഇത് എന്താ എൻ്റെ ഒപ്പമുള്ളവരില്ല, എല്ലാവരും കൊടുക്കണ്ടേ? ഇത് ആർക്കെങ്കിലും കുറച്ച് ആൾക്കാർക്ക് 100 200 ഭാര്യ കൊടുക്കുന്നിടങ്ങുണ്ട്. അറാബികൾ ചില ആളുകൾക്ക് ഒരു മല ഒരു മല ഒന്നായിട്ട് ഒരാൾക്ക് ആടാണ്ട് കൊടുത്തു ചോദിച്ചപ്പോൾ. ഇങ്ങനെ കൊടുക്കല്ലേ, കൊടുക്കും. അതൊരു മിതത്തിൽ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ കൊടുക്കണം മുഹമ്മദ് എന്നൊരു അറാബി പറഞ്ഞിട്ടുണ്ട്. യാ മുഹമ്മദ് വിളിച്ചു കാണരുത്, അത് വീട്. നബിൻ്റെ മുതൽ ആർക്കാ കൊടുക്കേണ്ടത്? നബിയല്ലേ തീരുമാനിക്കേണ്ടത്. ഒനീമത്ത് മുതൽ എല്ലാവർക്കും ഒരിച്ചു കൊടുത്തില്ലേ? ഫൈ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൊടുത്തതല്ലേ? സൂറത്തുൽ ഹശ്റിൽ അത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ വിഷയം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ നീതി കാട്ടി നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാട്ടുന്നവൻ? ഇത് റസൂലുള്ളാഹി ചോദിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, അവൻ്റെ പിന്നിൽ അവൻ്റെ വേക്കിൽ കുറേ ഫിത്നക്കാർ വരാനുണ്ട് എന്ന് പറഞ്ഞു വിട്ടതാണല്ലോ അവനെ. പിന്നീട് മുർത്തദ്ദീങ്ങളെ കൂട്ടത്തിൽ കൊല്ലപരിചയപ്പെട്ടവനാണ്. അതല്ല ഖവാരിജിയാക്കളെ കൂട്ടത്തിൽ, മുർത്തദ്ദീങ്ങളല്ല, ഖവാരിജിയാക്കളെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തപ്പോൾ അവിടെ വെച്ച് നെഹ്റുവാനിൽ വെച്ച് കൊല്ലപ്പെട്ടവനാണ് അവനെ. ആ ദുൽ ഖുവൈസിറത്ത് പറഞ്ഞ ഉടനെ തന്നെ ആ ഒരു ഓഹരി വെച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എഴുതില്ല മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴാണ് അൻസാറുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം വരുന്നത്. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്താ അൻസാറുകൾ പറഞ്ഞു, യഗ്ഫിരില്ലാഹു ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതി ഖുറൈശൻ വയദഉനാ വസുയൂഫുനാ തക്തുറു മിൻ ദിമാഇഹിം. ബുഖാരിൻ്റെ ഹദീസാണിത്, വരാൻ പോകുന്നുണ്ട്. ബുഖാരിയിൽ വരുന്നൊരു ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അൻസാറുകൾപ്പെട്ട ആളുകൾ പറയാണ്, അല്ലാഹു തആല അല്ലാഹുവിൻ്റെ റസൂലിന് പുറത്തു കൊടുക്കട്ടെ, ഖുറൈശികൾക്ക് വല്ലാതെ കൊടുക്കുന്നു. വയദഉനാ, നമ്മളെ നബി തങ്ങൾ പറ്റ ഒഴിവാക്കുന്നു. വസുയൂഫുനാ തക്തുറു മിൻ ദിമാഇഹിം, നമ്മുടെ വാളുകൾ അവരുടെ രക്തത്താൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം കാര്യമായി ചെയ്തത് നമ്മളാണ്. കാരണം അൻസാറുകളെ കാര്യം വളരെ അത്ഭുതം തന്നെയാണല്ലോ. ഓർമ്മ പറയാണ്, ഉഹദ് യുദ്ധത്തിൽ 70ഓളം അൻസാറുകൾ കൊല്ലപ്പെട്ടു. മുഹാജിറുകൾ വെറും 4 സ്വഹാബികളാണ്. അല്ലാഹു തആല സുഹദാക്കളെ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഒരാളെ കൂട്ടാത്തി കെട്ടി പറയല്ല. അൻസാറുകളിൽ നിന്ന് 70ഓളം അൻസാറുകളോട് കൊല്ലപ്പെട്ടു. ബീർ മഅനയിൽ 70ഓളം 70 അൻസാറുകൾ കൊല്ലപ്പെട്ടു. യമാമ യുദ്ധത്തിൽ 70 അൻസാറുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ എത്ര മരണങ്ങളാണ് റസൂലുള്ളാഹി തങ്ങൾ വന്നതിൻ്റെ ശേഷം അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ളത്. അവർക്ക് ഈമാനിക്ക് യാതൊരു കുറവുമില്ല. റസൂലുള്ളാഹിക്ക് സംരക്ഷണം ഒരുക്കി അവർ പറയാണ്, യുദ്ധം ചെയ്യുന്നത് നമ്മുടെ വാളുകളിൽ നിന്ന് രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്നു.
പക്ഷേ കൊടുക്കുന്നത് മുഴുവൻ ഖുറൈശികൾക്ക് അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് പുറത്തു കൊടുക്കട്ടെ. ഇങ്ങനെ അവരിങ്ങനെ മുറുമുറുപ്പ് കാട്ടിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു ബുഖാരി ഇമാമിൻ്റെ ഹദീസാണ്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. നബി തങ്ങൾക്ക് വിവരം കിട്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിലേക്ക് ആളയച്ചു. അൻസാറുകൾ മാത്രം മതി എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക ഒരു പന്തലുണ്ടാക്കി, തോല് കൊണ്ട് മറിച്ചുണ്ടാക്കിയ ഒരു പന്തൽ. ആ പന്തലിലേക്ക് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ നേതാവ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ അൻസാറോടും വരാൻ പറയും, പുറത്തുനിന്നാരും വേണ്ട. അല്ല, പുറത്തുനിന്ന് വന്നവരെ അധികാളെയും ഒഴിവാക്കി എന്തെങ്കിലും കുടുംബ ബന്ധമുള്ളവരെ അതിൽ നിർത്തി. അങ്ങനെ ഒരാളെയും പുറത്തുനിന്നുള്ള അൻസാറുകളല്ലാത്ത വേറെ ഒരാളെയും നിർത്താതെ എല്ലാവരും അൻസാറോട് മുഴുവനും വരാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പന്തലിലേക്ക് ചെന്നു. നബി തങ്ങൾ ചോദിച്ചു, മാ കാന ഹദീസുൻ ബലഗനി അൻകും, എനിക്ക് നിങ്ങളെ തൊട്ട് വന്ന ഈ ഹദീസ് എന്താണ്, സംഭവം എന്താണ്, ഒരു വാർത്ത എന്താണ്, നിങ്ങൾ എന്നെപ്പറ്റി മുറുമുറുപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നീല എന്നുള്ള. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലുള്ള നേതാക്കന്മാർ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫലം യഖൂലു ശയ്യാ. അവർ പറയാണ്, സഅദ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, അമ്മാദൗ ആറായിന, പണ്ഡിതന്മാർ പറഞ്ഞ വർത്താനാണ്, അമ്മാദൗ ആറായിന, ഞങ്ങളിൽ അഭിപ്രായമുള്ള നേതാക്കന്മാർ യാ റസൂലല്ലാഹ് ഫലം യഖൂലു ശയ്യാ, ഒന്നും പറഞ്ഞിട്ടില്ല. വമ്മാ ഉനാസുൻ മിന്നാ ഹദീസത്തുൻ, അടുത്ത കാലത്തായിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വന്ന ആളുകൾ, അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നതായ ആളുകൾ, ഹദീസത്തു അസ്നാനിഹിം, അടുത്ത കാലത്ത് വന്ന ആളുകൾ, വയസ്സ് കുറഞ്ഞ ആളുകൾ. ഫഖാലു, അവർ പറഞ്ഞു, യഗ്ഫിരില്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഅതി ഖുറൈശൻ വയത്റുകുൽ അൻസാറ വസുയൂഫുനാ തക്തുറു മിൻ ദിമാഇഹിം. നേതാക്കന്മാർ പറയാണ്, ഈ വാക്ക് പറഞ്ഞത് ഞങ്ങളിലൂടെ ചെറുപ്പക്കാരായ പുതിയതായ ആളുകൾ, ചെറുപ്പക്കാർ പറഞ്ഞ വർത്തമാനമാണിത്. നബി തങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഖുറൈശിന് കൊടുക്കുന്നു, നമുക്ക് ഒന്നും തരുന്നില്ല, നമ്മുടെ വാളിൽ നിന്ന് രക്തങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നേതാവായ അനസിനോട് ചോദിച്ചിട്ടുണ്ട്. അബൂദാവൂദിലെ ഇമാം അഹ്മദ് റിപ്പോർട്ട് കാണാം, ഐന അൻത യാ സഅദ്, സഅദ് നിന്റെ അഭിപ്രായം എന്താണ്? സഅദ് പറഞ്ഞു, ഫഖാല മാ അന ഇല്ലംറും മിൻ ഖൗമി, ഞാനും എൻ്റെ കൗമിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ആ അഭിപ്രായം എനിക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നേതാക്കന്മാരായ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. എനിക്കും ഏകദേശം ആ ചെറുപ്പക്കാർ പറഞ്ഞ അഭിപ്രായമുണ്ടൊന്നും എനിക്കുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ വിശദമായ ചരിത്രമാണ്. മുസ്നദ് അഹ്മദിലെല്ലാം ധാരാളമുണ്ട് ഈ സംഭവത്തിന് വിശദീകരിച്ച്. ബുഖാരിൻ്റെ സംഭവം മാത്രം ഉദ്ധരിക്കട്ടെ ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെറിയതായ ഈ ദുനിയാവിൻ്റെ വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് ദേഷ്യം കഴിഞ്ഞ് എന്നോട് മുറുമുറുപ്പ് കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ ഈ മുതൽ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് വല്ലാതെ അടുപ്പമില്ലാത്ത, ഇസ്ലാമുമായി പരിചയമില്ലാത്ത കുറേ ആളുകളെ ഇസ്ലാമുമായി ഇണക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ചെറിയൊരു സംഖ്യ കൊടുക്കും. ഞാൻ അവർക്ക് കൊടുക്കുകയും നീലൻ ഹദീസ അഹദിഹിം ബികുഫ്രിൻ, കുഫ്ർ കൊണ്ട് കാലം അടുത്തതായ കുറച്ച് ആളുകൾക്ക് ഞാൻ കൊടുക്കുകയാണ് ദീനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വാക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവിടെ വെച്ചൊരു സംഭവമുണ്ട്, വലിയ സംഭവം ഉണ്ടായിരുന്നു സ്വഹാബത്തിൻ്റെ ഇടയിൽ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹായി, ത്വായിഫ് കീഴടങ്ങി, ഹുനൈൻ കീഴടങ്ങി, അധിക ഭാഗങ്ങളും അറേബ്യൻ നാടുകളുടെ പ്രധാന ഭാഗങ്ങളെല്ലാം കീഴടങ്ങിയ ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള, ജനിച്ച് വളർന്ന് കളിച്ച് ചിരിച്ച് വളർന്നതായ നാട്, ഈ നാട് ഇപ്പം നബി തങ്ങളുടെ ഭരണത്തിന് കീഴിലാണ്. നബി തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി മദീനയിലേക്ക് നബി തങ്ങൾ പോരുന്നില്ല എന്നുള്ള ഒരു പ്രചരണം അതിൻ്റെ ഇടയിൽ നടന്നിരുന്നു. അൻസാറുകൾക്ക് ആ വിഷയത്തിൽ
ചെറുപ്പക്കാർക്ക് സമ്പത്ത് കിട്ടാത്ത വേവലാതിയായിരുന്നുവെങ്കിൽ മഹാന്മാരായ അൻസാറുകൾക്ക് ആകെ ഉണ്ടായിരുന്ന ബേജാറ് റസൂലുള്ള നമ്മളെ വിടുമോ, റസൂലുള്ള വരാതിരിക്കുമോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അമാ തർളൗന അയ്യദ്ഹബന്നാസു ബിൽ അംവാലി വതർജിഊ ബി. അമാ അൻ യദ്ഹബന്നാസു ബിൽ അംവാൽ വതർജിഊ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവല്ലാഹി മന്ദമാ തൻഗലിബൂന ബിഹി ഖൈറും മിമ്മാ യൻഗലിബൂന ബി. നിങ്ങൾ ജനങ്ങൾ മുതലുമായി സമ്പത്തുമായി ഒട്ടകമായി ആടുമായി പോകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗലൽ ഹിജ്റത്തു ലകുൻതും റഅം മിനൽ അൻസാർ. ഹിജ, ഞാൻ മുഹാജിറാണ് എന്നൊരു പേരെനിക്കില്ലെങ്കിൽ ഞാൻ വെറും അൻസാറികളിൽപ്പെട്ട ഒരാളായി മാറും. പക്ഷെ ഹിജ്റ ഉണ്ടായത് കൊണ്ട് എന്നെ പറ്റി മുഹാജിർ എന്നേ പറയുള്ളൂ. സംഗതി ഞാൻ അൻസാറുകളിൽപ്പെട്ട ഒരാളാണ്. പലപ്പോഴും അൻസാറുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സൂചിപ്പിക്കലുണ്ട്, ഞാൻ അൻസാറുകളിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്ക് അല്ലാഹു റസൂലുമായി പോകൽ തൃപ്തിയല്ലേ? റസൂൽ പലപ്പോഴും പറഞ്ഞു, ജനങ്ങളെല്ലാവരും ഒരു വഴിയിൽ കൂടെ കടന്നു, അൻസാറുകൾ മറ്റൊരു വഴിയിൽ കടന്നാൽ ഞാൻ ആ വഴിയിലായിരിക്കും കടക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ അർഹമിൽ അൻസാർ വഅബ്നാ അൽ അൻസാർ വഅബ്നാ അബ്നാഇൽ അൻസാർ. അൻസാറുകൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, അൻസാറുകളെ മക്കൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, അൻസാറുകളുടെ മക്കൾക്കും റഹ്മത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറയലോ ദ്വാരന്ന് കൊടുത്തു. നിങ്ങൾ കൊണ്ടുപോകുന്ന ഒന്ന് റസൂലുള്ളാഹിനെയാണ്, അത് മറ്റുള്ളവർ കൊണ്ടുവേണ്ടി വളരെ ഉത്തമമാണ് എന്ന് പറയുന്ന ഈ ദ്വായും കൂടി കഴിഞ്ഞപ്പം അവിടെ മുഴുവനും ദുആ ചെയ്യുകയും അവിടെ മുഴുവനും എല്ലാവരും കരയുകയും എല്ലാവരുടെയും താടിയും ശരീരവും മുൻവശത്തിന് മുൻഭാഗമെല്ലാം കണ്ണുനീരാൽ നനഞ്ഞൊഴുകി. അവർ പറഞ്ഞെന്താ, റദീനാ ബിറസൂലില്ലാഹ്, റസൂലുള്ളാഹിനെ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് യുദ്ധത്തിൽ ലഭിക്കുന്ന അവകാശമായി, നസീബായി, ഞങ്ങൾക്ക് തൃപ്തിയായി. ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് റസൂലൊപ്പം പോന്നാൽ മതി. കണ്ട വല്ലാത്തൊരു സംഭവ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് ദുആ ചെയ്ത് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് റസൂലിനെ കൊണ്ടുപോയാൽ തൃപ്തിയാവൂലേ എന്ന് ചോദിച്ചതോട് കൂടെ അവരെ മനസ്സറിഞ്ഞു. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്കാൾ മറ്റൊന്നിനും അവർക്ക് വിലയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അൻസാറുകളെ സ്നേഹിക്കുന്നത് ഈമാന്റെ അടയാളവും അൻസാറുകളോട് വെറുപ്പ് കരുതുന്നത് നിഫാഖിന്റെ അടയാളവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ ഈ ഹദീസിലുള്ള റാവികളെ സംബന്ധിച്ച് നാം തുടക്കത്തിലാണ് സാറിനെ പറയല്, ഇന്നത് അവസാനത്തേക്ക് നീട്ടിയതാണ്. റാവികളിൽ ഒന്ന് ബഹുമാനപ്പെട്ട അബുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ പേര് അബുൽ വലീദിന്റെ കുഞ്ഞത്തരമാണ് പേര് ഹിഷാം ബിൻ അബ്ദുൽ മലിക് എന്നാണ്. ബസറക്കാരനാണ്. അവർ ആദ്യം അടിമയായിരുന്നു, പിന്നെ ഇത്തക്കല്ലി വിട്ടതാണ്. അവരുടെ ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ഷുഅബുണ്ട്, മാലിക് ഇമാമുണ്ട്, ഹമ്മാദ് ബിൻ സൈദ് ഉണ്ട്, ഹമ്മാദ് ബിൻ സലമുണ്ട്, സുഫിയാൻ ബിൻ ഉയൈന, ഇതുപോലെയുള്ള വലിയ വലിയ ലോക പ്രസിദ്ധരായ മുഹദ്ദിസീങ്ങളാണ് അവരുടെ ഉസ്താദന്മാരുള്ളത്. അവർ ശിഷ്യന്മാരായിട്ടുള്ളത് ഒന്ന് ഇമാം ബുഖാരി തന്നെ, ബുഖാരി ഇമാമാണല്ലോ ഹദ്ദസനാ അബുൽ വലീദ് എന്ന് പറയുന്നത്. പിന്നെ അബൂ സുറത്ത് ഉണ്ട്, അബൂ ഹാത്തിം ഉണ്ട്, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, മുഹമ്മദ് ബിൻ യഹ്യ, മുഹമ്മദ് ബിൻ മുസ്ലിം എന്നവരുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റളിയല്ലാഹു പറഞ്ഞത് മുത്തഖിനുന്ന, മൂപ്പര് പറയുന്നതെല്ലാം ഉള്ളു ഉറപ്പിച്ച് ഒരു സംശയമില്ലാതെ പറയുന്നവരാണ്. അബൂ സുറ പറഞ്ഞത് എന്താ, അദ്റക അബുൽ വലീദ് നിസ്ഫൽ ഇസ്ലാം. ഇമാം ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി പറഞ്ഞ കാര്യമാണ്, ഇസ്ലാമിൻ്റെ പകുതി
അത് മനസ്സിലാക്കിയ ആളാണ് അബുൽ വലീദ് എന്നവർ. അന്നത്തെ കാലത്ത് ജനങ്ങൾ വളരെ ആദരിക്കുന്നവരും, ജനങ്ങളോട് അന്ന് ഏറ്റവും വലിയ ഇമാമാരാണെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി അബുൽ വലീദ് എന്നായിരുന്നു. വകാന ഇമാമൻ ഫീ സമാനിഹി ജലീലൻ ഇൻദന്നാസ്. അവരുടെ ഹദീസിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല, സിഖത്താണ് ഹദീസിൽ. പിന്നെ അവർക്കൊരു പ്രത്യേകതയുള്ള മറ്റൊരു പ്രത്യേകത എന്താ? 70ഓളം മഹത്തുക്കളായ മഹദികളിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട് അവർ. ലോകത്തുള്ള വലിയ വലിയ മഹദികളെല്ലാം പോയി അവർ ഹദീസ് പഠിച്ചവരാണ്. അവർ 70ഓളം വലിയ യർവി അൻ 70 ഇംറഅതൻ. അബൂ ദാവൂദ് തയാലിസി കാര്യമായ മുഹദ്ദിസ. അവരെ വഫാത്തിൻ്റെ ശേഷം ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ഹദീസ് പഠിക്കാൻ വേണ്ടി പോന്നിരുന്നത്. ഹദീസ് പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അബുൽ വലീദ് എന്നവരുടെ അടുക്കലേക്ക് ഹദീസ് പഠിക്കാൻ പോലായിരുന്നു. ഇവരുടെ ജനനം 136, വഫാത്തുള്ളത് 229, 90 ചില്ലാൻ വയസ്സ് ജീവിച്ചവരാണ്. അവരെ തൊട്ട് സിഹാവുസിത്തയിൽ നിന്ന് ബുഖാരി ഇമാമും അബൂദാവൂദും അവരെ തൊട്ട് നേരിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തു വരും. ബാക്കിയുള്ള സിഹാവുസിത്തൻ്റെ മുസ്ലിം, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ അവർക്ക് നേരിട്ട് അബുൽ വലീദ് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെയും അബുൽ വലീദിൻ്റെ ഇടയിൽ മറ്റൊരാൾ മുഖേന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും സിഹാവുസിത്തൻ്റെ പണ്ഡിതന്മാരെല്ലാവരും അബുൽ വലീദ് എന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഉസ്താദ് ഷുഅബയാണ്. ഷുഅബിനെ പറ്റി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ അബ്ദുല്ലാഹിബിൻ ജബർ, വാപ്പി മോനും അബ്ദുള്ള തന്നെ. അവിടെ ജബർ എന്നാണ്. ഈ ജബർ മദീനക്കാർ ജബർ എന്നതിനെ ജാബിർ എന്നും ഇറാഖുകാർ ജബർ എന്നും പറയും. ആ പ്രയോഗം ജാബിർ എന്നും ജബർ എന്നും രണ്ടും ഒന്ന് തന്നെയാണ്. ചില ആളുകൾ ജാബിറുകാർ, മദീനക്കാർ ജാബിർ എന്ന് പറയുമ്പോൾ ഇറാഖ് ഭാഗത്തുള്ള ആളുകൾ ജബർ എന്നാണ് പറയുന്നവര്. അവരെ തൊട്ട് മാലിക് ഇമാമ്, മിസ്അർ, ശുഅബ ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അബ്ദുല്ലാഹിബിൻ ജബർ എന്നവരുടെ ഹദീസ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി, ഇമാം നസായി എല്ലാവരും കിതാബിൽ റിപ്പോർട്ടുണ്ട്. അതായത് ഈ റാബി അബ്ദുല്ലാഹിബിൻ ജബർ എന്നവർ ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്ത അവസാന സനദിൽ വരുന്നുണ്ട്, മുസ്ലിമിൻ്റെ സനദിൽ വരുന്നുണ്ട്, തുർമുദി ഇമാമിൻ്റെ സനദിൽ, നസായി ഇമാമിൻ്റെ സനദിൽ വരുന്നുണ്ട്. പിന്നെ നാലാമത്തെ അനസ് മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ചരിത്രം നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ചും അൻസാറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ അല്ലാഹു സ്ഥിരപ്പെടുത്തി തരട്ടെ. നിഫാഖിനെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ.